സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് വൃശ്ചിക പുലരി. എല്ലാ വിശ്വാസികൾക്കും ഈശ്വരൻ്റെ പേരിൽ നന്മ ആശംസിക്കുന്നു. ഈ വീഡിയോയിൽ പ്രശസ്ത ഗായകൻ ശ്രീ KP ബ്രഹ്മാനന്ദനെ കുറിച്ചുള്ള എൻ്റെ എളിയ അഭിപ്രായങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഈ വീഡിയോ കണ്ട് പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 80കളിലും 90കളുടെ ആദ്യമൊക്കെ എൻ്റെ തലമുറയെ തൻ്റെ മനോഹര ഗാനങ്ങൾ കൊണ്ട് ആനന്ദിപ്പിച്ചൊരു ഗായകനാണ് ശ്രീ KP ബ്രഹ്മാനന്ദൻ. കുറച്ച് ഗാനങ്ങളെ പാടിയിട്ടുള്ളൂ എങ്കിലും പാടിയ ഗാനങ്ങളൊക്കെ തന്നെ ഒന്നിനൊന്ന് മികച്ചതാണെന്ന് പറയാം. തൻ്റെ ആദ്യ ഗാനമായ മാനത്തെ കായലിൽ, പിന്നെ താരകരൂപിണി നീയെന്നും എന്നുടെ ഭാവനാരോമാഞ്ചമായിരിക്കും, പിന്നീട് മറ്റൊരു ഗാനം ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, മൂർത്തി ഏതെന്നറിയാത്ത കൊടുന്തപസ്യ. ഇത്തരം നല്ല ഗാനങ്ങളൊക്കെ ആലപിച്ചിട്ടുള്ള മലയാള ഗാനാസ്വാദകരെ ആനന്ദിപ്പിച്ചിട്ടുള്ളൊരു ഗായകനാണ് ശ്രീ KP ബ്രഹ്മാനന്ദൻ എന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം. ഒരു പ്രശസ്ത ഗായകൻ സ്നേഹവും ബഹുമാനവും കൊണ്ട് ഒരു TV പരിപാടിയിൽ പറയുന്നത് കേട്ടു. ശ്രീ ബ്രഹ്മാനന്ദൻ ചേട്ടൻ്റെ ശബ്ദം ഒരു 1000 കിലോ ഉള്ളൊരു മല ഇറങ്ങി വരും പോലെയാണ് എന്ന്. ശരിയാണ്. കാരണം ഈ 1000 കിലോ ഉള്ള മല വരും പോലെയെങ്കിലും ആ മലയ്ക്ക് ഒരു സൗകുമാര്യവും ശബ്ദ ഭംഗിയുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന്, സംഗീതത്തിൽ അവഗാഹജ്ഞാനമുള്ളവർ പറഞ്ഞു കേട്ടൊരു കമൻ്റ് ഇവിടെ നിങ്ങളും കേട്ടിരിക്കും. ശ്രീ KP ബ്രഹ്മാനന്ദനെ കുറിച്ച് ഉള്ള ഒരു കമൻ്റ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഹൈ പിച്ചിലുള്ള ഗാനങ്ങൾ പാടാൻ ശ്രീ ബ്രഹ്മാനന്ദന് കഴിയുമോ? അങ്ങനെ പാടിയിട്ടില്ല എന്ന് സംഗീതത്തിൽ ജ്ഞാനമുള്ള സംഗീത നിരീക്ഷകർ പലപ്പോഴായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം. കാരണം അദ്ദേഹത്തിന് ശബ്ദ ഗാംഭീര്യമുണ്ട്, മനോഹരമായ സൗകുമാര്യമുള്ള ശബ്ദമാണ്. എങ്കിൽ പോലും ഹൈ പിച്ചിൽ പാടാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തെളിയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അന്ന് ശ്രീ KJ യേശുദാസ്, ശ്രീ ജയചന്ദ്രൻ തുടങ്ങിയ വലിയ ഗായകർക്കൊപ്പമാണ് ഇദ്ദേഹത്തിൻ്റെയും രംഗപ്രവേശം. ആ ഒരു കാലഘട്ടത്തിലാണ് ശ്രീ KP ബ്രഹ്മാനന്ദനും തൻ്റേതായൊരു സ്ഥാനം നേടുന്നത്. എങ്കിൽ പോലും തൻ്റേതായൊരു മുദ്ര പതിപ്പിച്ച കുറേ ഒരുപിടി നല്ല ഗാനങ്ങൾ പാടാൻ ശ്രീ KP ബ്രഹ്മാനന്ദന് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെയൊക്കെ ആ പഠനകാലത്ത്, ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന 80കളിലൊക്കെ, 70കളുടെ അവസാനവും 80കളിലുമൊക്കെ പല ഗാനങ്ങളും ശ്രീ KP ബ്രഹ്മാനന്ദൻ്റെ പല ഗാനങ്ങളും റേഡിയോയിൽ കേട്ട് മനസ്സ് ആനന്ദിച്ചതോർക്കുന്നു. അപ്പോൾ കുറച്ച് ഗാനങ്ങളെങ്കിലും മനോഹര ഗാനങ്ങൾ ആലപിച്ച ശ്രീ KP ബ്രഹ്മാനന്ദനെ ഞാനിവിടെ ഓർമ്മിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.